ലൂക്ക എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വചനങ്ങൾ. മർത്തായും മറിയവും. അവർ പോകുന്ന വഴിയിൽ യേശു ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മർത്ത എന്നു പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്നു പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിങ്കൽ ഇരുന്നു. മർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. അവൾ അവൻ്റെ അടുത്ത് ചെന്നു പറഞ്ഞു, കർത്താവേ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മർത്ത, മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. ഏറ്റവും സ്നേഹമുള്ള വൈദികരെ, സിസ്റ്റേഴ്സെ, പ്രിയ മാതാപിതാക്കന്മാരെ, യുവതി യുവാക്കളെ, സ്നേഹമുള്ളവരെ, നമ്മൾ വായിച്ചു കേട്ടത് ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നാണ്. 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ കേട്ടത്. യേശുവിൻ്റെ ഒരു യാത്രയിൽ ബെഥനിയായിൽ ഒരു ഭവനത്തിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ 2 സഹോദരികളുണ്ട്, മർത്തായും മേരിയും. യേശു അവിടെ ചെന്ന അവസരത്തിൽ യേശുവിനെ ശുശ്രൂഷിക്കുവാൻ മർത്ത പല കാര്യങ്ങളെ ഓർത്ത് വ്യഗ്രചിത്തയാണ്, ആകുലതയുള്ളവളാണ്. മറിയമാകട്ടെ യേശുവിൻ്റെ കാൽപാദത്തിങ്കിൽ ഇരുന്ന് വചനം ശ്രവിക്കുന്നു. അത് വിശേഷപ്പെട്ടതാണെന്ന് യേശു മർത്തയോട് പറയുന്നു. മർത്തയെ വിളിക്കുന്നത് വളരെ സ്നേഹത്തോടെയാണ്. മർത്ത, മർത്ത, നീ പല കാര്യങ്ങളെക്കുറിച്ചും ആകുലതയാണ്. മർത്ത, മർത്ത, നീ പല കാര്യങ്ങളെക്കുറിച്ചും വ്യഗ്രചിത്തയും ആകുലതയും ഉള്ളവളായിരിക്കുന്നു. അവൾ നല്ല ഭാഗം, മേരി നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുന്ന ഈ സുവിശേഷ ഭാഗത്തിൽ പ്രധാനമായിട്ട് 7 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. 1, യേശു പോകും വഴിയിൽ ഗ്രാമത്തിൽ പ്രവേശിച്ചു. 2, മർത്ത സ്വഭവനത്തിൽ യേശുവിനെ സ്വീകരിച്ചു. 3, കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് യേശുവിൻ്റെ പാദാന്തികത്തിൽ ഇരിക്കുക. 4, മർത്തയാകട്ടെ പല ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരിക്കുന്നു. 5, മർത്ത പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയാണ്, അസ്വസ്ഥയുമാണ്. 6, ഒന്ന് മാത്രം ആവശ്യമുള്ളൂ. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. 7, ഇമ്പോർട്ടൻസ് ഓഫ് വിമൻ. ഈ കാലഘട്ടത്തിൽ സ്ത്രീകളെക്കുറിച്ചുള്ള പ്രാധാന്യം എന്താണ്? 8, നമ്മളൊരു ചെറിയ പ്രാർത്ഥന ചൊല്ലും. ഏറ്റവും സ്നേഹമുള്ള വൈദികരെ, സിസ്റ്റേഴ്സെ, മാതാപിതാക്കളെ, ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രമുള്ളതാണ് യേശു മർത്തായുടെയും മേരിയുടെയും ഭവനത്തിൽ കയറി ചെല്ലുന്നത്. സുവിശേഷത്തിൽ, യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രത്യേകിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശുവിൻ്റെ സ്നേഹിതനാണ് ലാസർ. ലാസർ മരിച്ച 3 ദിവസത്തിനു ശേഷമാണ് ആ ഭവനത്തിലേക്ക് യേശു കയറി ചെല്ലുന്നത്. യേശു പറയുകയാണ്, പുനരുദ്ധാനവും ജീവനും ഞാനാണെന്ന്. ലാസറിന്റെ സഹോദരികളാണ് മർത്ത, മേരി. ഈ സുവിശേഷത്തിൽ മാത്രം പറയുന്ന, ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം പറയുന്ന ഈ സംഭവത്തിൽ ഒന്നാമത്തെ കാര്യം, യേശു പോകുന്ന വഴിയിൽ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. ലൂക്കായുടെ സുവിശേഷത്തിൽ ഏത് ഗ്രാമമാണെന്ന് പറയുന്നില്ല. പിന്നീട് മറ്റു സുവിശേഷങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും,
ബെഥനിയയിലാണ് ഈ ഭവനമെന്ന്, പോകുന്ന വഴിയിലാണ് യേശു ഈ ഭവനത്തിൽ കയറി ചെല്ലുന്നത്. അവർ ക്ഷണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. ക്ഷണിക്കാതെയാണ് യേശു ഈ ഭവനത്തിലേക്ക് കയറി ചെല്ലുന്നത്. ചിലപ്പോൾ യേശു അങ്ങനെയാണ് ചെയ്യുന്നത്. ലൂക്കായുടെ സുവിശേഷത്തില് 19-ാം അധ്യായത്തില് സക്കേവുസിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു യേശുവുണ്ട്. യേശു പോകുന്ന വഴിയിലാണ് അവിടെ സക്കേവുസിന് യേശുവിനെ കാണണമെന്നുള്ള തീവ്രമായ ഒരു തൃഷ്ണ ഉദിച്ചുയർന്നു. എങ്ങനെ യേശുവിനെ കാണണം? അവൻ മുൻപേ ഓടി ഒരു സിക്കേമൂർ മരത്തിൽ കയറിയിരുന്നു. യേശു ആ വഴിയാണ് വരുന്നത്. യേശുവിന്റെ ഉള്ളില് ഈ സക്കേവുസ് കാണുവാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി ആ സിക്കേമൂർ മരത്തിലേക്ക് യേശു ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, സക്കേവുസ് നീ വേഗം ഇറങ്ങി വരിക. അവൻ ഇറങ്ങി വന്നു. യേശുവിനെയും കൂട്ടിക്കൊണ്ട് സക്കേവുസിന്റെ ഭവനത്തിലേക്ക് ചൊല്ലുകയാണ്. അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കുന്ന അവസരത്തിലായിരിക്കണം യേശുവിനോട് പറയുകയാണ്, കർത്താവേ, ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 1-ന് 4 ഇരട്ടി തിരിച്ചു കൊടുക്കുന്നു. ആ അവസരത്തിൽ യേശു ആ ഭവനത്തെ നോക്കിയിട്ട് പറയുകയാണ്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് ഈ ഭവനത്തിന്, ഈ വചനം കേൾക്കുന്ന ആരുടെയൊക്കെയോ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുകയാണ്. ഒരുപക്ഷേ ഒരു ഭവനമില്ലാതെ കഴിയുന്ന മക്കള് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഭവനമില്ലാത്ത മക്കളെ പ്രത്യേകമായിട്ട് ഈ മർത്തായുടെയും മേരിയുടെയും സംഭവം വായിക്കുമ്പോൾ നമ്മൾ ഓർക്കണം. ഈ വചനം കേൾക്കുന്ന പല മക്കൾക്കും വീടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. വളരെയധികം കുടുംബങ്ങളെ, വ്യക്തികള്, പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഞങ്ങൾക്ക് വീടില്ല അച്ഛാ, ഒന്ന് പ്രാർത്ഥിക്കണം. 1 ഇഞ്ച് ഭൂമി പോലും ഇല്ലാത്ത സോണി എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ആ വ്യക്തി പറയുക, അച്ഛാ എൻ്റെ ജീവിതാഭിലാഷം എനിക്കൊരു ഭവനം വേണം അച്ചോ. ഞാൻ ആ മകനോട് പറഞ്ഞു കൊടുത്ത ഒരു വചനം ഇതാണ്, 57-ാം സങ്കീർത്തനം 1-ാം വചനം. ഈ വചനം നീ എല്ലാ ദിവസവും 250 പ്രാവശ്യം ചൊല്ലണം. ജപമാല ചൊല്ലിയിട്ട് മുട്ടയിൽ നിന്നുകൊണ്ട് സോണിയും സോണിയുടെ ഭാര്യയും മക്കളും ഒരുമിച്ച് പ്രാർത്ഥിക്കും, കർത്താവേ കൃപയാകണമേ, കർത്താവേ കൃപ തോന്നണമേ, വിനാശത്തിന്റെ കൊടുങ്കാറ്റ് ശമിക്കുന്നത് വരെ അങ്ങയുടെ ചിറകിന്റെ കീഴിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു. 300 ദിവസം 250 പ്രാവശ്യം ഈ മകൻ ചെല്ലുകയാണ്. 300-ാമത്തെ ദിവസം ആ മകൻ എടത്തുവ പള്ളിയില് പച്ചയില് ലൂർദ് മാതാവിന്റെ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു മകനാണ്. ഒരു വ്യക്തി വന്നിട്ട് ചോദിക്കുകയാണ്, പറയുകയാണ്, സോണി നിനക്ക് ഭവനമില്ലല്ലോ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഭവനമില്ലല്ലോ, ഞാൻ നിനക്ക് 10 സെന്റ് സ്ഥലം തരാം. സെന്റിന് 4 ലക്ഷം രൂപ വിലയുള്ള 10 സെന്റ് സ്ഥലം ഈ സോണിക്ക് കൊടുക്കുവാൻ ആ മനുഷ്യന് തമ്പുരാൻ തോന്നിച്ചു, പരിശുദ്ധാത്മാവ് തോന്നിച്ചു. അങ്ങനെ ആ വീട് അവിടെ ഉണ്ടാവുകയാണ്. പിന്നീട് വേറെ ആളുകള് അദ്ദേഹത്തെ സഹായിക്കുകയാണ്. വചനത്തോടു കൂടെ ഇരിക്കുന്ന ആളുകളെ, വചനത്തിനു വേണ്ടി ജീവിക്കുന്ന മക്കളെ ദൈവം സഹായിക്കും, ദൈവം സഹായിക്കും. മേരി യേശുവിന്റെ കാൽക്കൽ ഇരുന്നു കൊണ്ട് യേശുവിന്റെ വചനമാണ് ശ്രവിച്ചത്. യേശുവിന്റെ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കടന്നു പോകുന്ന വഴിയില്, യേശു കടന്നു പോകുന്ന വഴിയില് നമ്മൾ ഓർക്കുന്നുണ്ട് നായിമിലെ വിധവയുടെ സംഭവം. നായിമിലെ വിധവ കരഞ്ഞുകൊണ്ട് പോവുകയാണ്. അവളുടെ മകനെ അടക്കാനായിട്ടാണ് കൊണ്ടുപോകുന്നത്. മരിച്ചു. യേശു ചെന്ന് ആ ശവമഞ്ചത്തിൽ തൊട്ടു. അവരവിടെ നിന്നു. നായിമിലെ മകനെ ജീവൻ കൊടുത്തുകൊണ്ട് ആ അമ്മയ്ക്ക് ആ മകനെ തിരിച്ചു കൊടുക്കുകയാണ്. പോകുന്ന വഴിയില് യേശു ഒരു ഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. പോകുന്ന വഴിയില് മാർപ്പാപ്പ ഒരു ഭവനത്തിലേക്ക് കയറി ചെല്ലുകയാണ്. പോകുന്ന വഴിയില് ഒരു കർദിനാൾ ഭവനത്തിലേക്ക് കയറി ചെല്ലുകയാണ്.
പോകുന്ന വഴിയില് ഒരു മെത്രാൻ ഒരു ഭവനത്തിലേക്ക് കയറി ചെല്ലുകയാണ്. ആ ഭവനത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ രോഗികളായി കഴിയുന്ന മക്കളെ യേശു സൗഖ്യപ്പെടുത്തും, അനുഗ്രഹം ചൊരിയും, വചനം നൽകും. പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് വടാട്ടുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഭവനത്തിലേക്ക് കയറി ചെന്നു. അവരുടെ കൊച്ചുമകള് ശക്തമായ പനി പിടിച്ച് കിടക്കുകയാണ്. സഹോദരങ്ങളെ, ആ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവര് വേഗം തിടുക്കം കൂട്ടുകയാണ്. ആ അവസരത്തില് ആ ഭവനത്തിലേക്ക് കയറി ചെന്ന വൈദികൻ ആ കുഞ്ഞിനെ തന്റെ മടിയിലേക്ക് എടുത്തു വെച്ചിട്ട്, 3-4 വയസ്സ് കാണും, എടുത്തു വെച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, അങ്ങ് പത്രോസിന്റെ അമ്മായിയമ്മയുടെ ഭവനത്തിലേക്ക് കയറി ചെന്നുകൊണ്ട് ആ കൈകളിൽ പിടിച്ചുകൊണ്ട് പനിയെ ശാസിച്ചതുപോലെ, യേശുവേ, എന്റെ മടിയിലിരിക്കുന്ന ഈ കുഞ്ഞിന് ശക്തമായ പനിയുടെ അവസരമാണല്ലോ. യേശുവേ, ശക്തമായ പനിയുടെ അവസരത്തിൽ കഴിയുന്ന മക്കളെ യേശുവേ അങ്ങ് തൊടണമേ, സുഖപ്പെടുത്തണമേ. അവളുടെ മേത്തുള്ള ഈ വചനം കേൾക്കുമ്പോൾ ശക്തമായ പനി കൊണ്ട് വിഷമിക്കുന്ന കുടുംബാംഗങ്ങളില് അവരുടെ പനി യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, വചനത്തിന്റെ ശക്തിയാല് അവളിൽ നിന്ന് വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 20 മിനിറ്റോളം ആ വൈദികൻ അങ്ങനെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിയുമ്പോൾ ആ കുഞ്ഞിന് ഒരു പനിയുമില്ല, ഒരു പനിയുമില്ല. പ്രിയമുള്ളവരെ, ദൈവികമായ ശക്തി ഉൾക്കൊള്ളുന്ന വൈദികര്, ആത്മായ പ്രേക്ഷിതര് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശു കയ്യിൽ പിടിച്ചതുപോലെ രോഗികളുടെ മേൽ കൈകൾ വെച്ച് കൈകളിൽ പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ രോഗങ്ങള് യേശു എടുത്തു മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ യേശു പോകുന്ന വഴിയിൽ യേശു പ്രവേശിക്കും. പരിശുദ്ധ കുർബാന എടുത്തുകൊണ്ട് പോകുമ്പോൾ, ദൈവമേ എന്റെ ഹൃദയത്തിലേക്ക് വരണമേ. നമ്മുടെ പോകുന്ന വഴിയുണ്ട്. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ എന്ന് പറയുന്നു. നമ്മുടെ നാവിലേക്ക്, നമ്മുടെ കൈകളിലേക്ക് പരിശുദ്ധ കുർബാന എടുത്തു വെച്ച് തരുമ്പോൾ, പ്രിയമുള്ളവരെ, ആ ജീവിക്കുന്ന യേശു കടന്നു പോകുന്നത് നമ്മുടെ നാവിലൂടെ ആയിരിക്കാം. നമ്മുടെ നാവിലൂടെയാണ്, നമ്മുടെ തൊണ്ടയിലൂടെയാണ്, നമ്മുടെ ഉദരത്തിലേക്കാണ്. അവിടെ ചെന്ന് യേശുവിന്റെ ശരീരവും രക്തവും നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന എത്രയോ അനുഭവങ്ങളാണ് പ്രിയമുള്ളവരെ നമുക്കുള്ളത്. ഒരിക്കല് പാണ്ഡുരോഗം വന്ന ഒരു സ്ത്രീ വന്നിരിക്കുകയാണ്. അവള് പൊട്ടിക്കരയുകയാണ്. വളരെ ചെറുപ്പക്കാരിയാണ്. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ നാവിൽ എടുത്തു വെച്ച് കൊടുക്കുമ്പോൾ, സ്നേഹമുള്ളവരെ, ആ സ്ത്രീയുടെ പാണ്ഡുരോഗം കർത്താവ് എടുത്തു മാറ്റി. പോകുന്ന വഴിയില് കർത്താവ് നമ്മെ സൗഖ്യപ്പെടുത്തും. നമ്മുടെ കിഡ്നി രോഗങ്ങളുമായിട്ട് കടന്നു വരുന്നവർക്ക് മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ എന്ന് പറഞ്ഞ് എടുത്തു വെച്ച് കൊടുക്കുമ്പോൾ, ആ കൈകളിൽ കൊടുക്കുമ്പോൾ, ആ നാവിൽ കൊടുക്കുമ്പോൾ അവർ സൗഖ്യപ്പെടുന്നു. ഇന്നും യേശു കടന്നു പോകുന്നു. നമ്മുടെ ഭവനത്തിന്റെ മുമ്പിലൂടെ, നമ്മുടെ ദേവാലയത്തിന്റെ ഉള്ളിലൂടെ, പരിശുദ്ധ കുർബാനയിലൂടെ, വചനത്തിലൂടെ യേശു കടന്നു പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായും മറിയവും തമ്മിലുള്ള ആ ലൂക്കായുടെ സുവിശേഷത്തിലെ 10-ാം അധ്യായത്തിലെ 2ാമത് വരുന്ന വചനമാണ്. മർത്ത യേശുവിനെ സ്വീകരിച്ചു. എങ്ങനെയാണ് മർത്ത സ്വീകരിച്ചത്? നമുക്കറിയില്ല. ഹീബ്രു ഭാഷയില് ഒരു പക്ഷേ മർത്ത പറഞ്ഞിട്ടുണ്ടാകാം, ശാലോം, ശാലോം, സമാധാനം. ഇസ്രായേൽ ജനത പരസ്പരം കണ്ടുമുട്ടുമ്പോൾ, യഹൂദര് പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പറയുന്നതാണ് ശാലോം, ശാലോം. വാതിൽ അടച്ചു കിടന്നിരുന്ന ശിഷ്യന്മാരുടെ അരികിലേക്ക് തന്റെ ഉദ്ധാനം ചെയ്ത അവസരത്തില് അവിടേക്ക് കയറി ചെന്നുകൊണ്ട് പറയുക, ശാലോം, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. ഒരുപക്ഷെ യേശുവായിരിക്കാം പറഞ്ഞത്, അല്ലെങ്കിൽ മർത്തയായിരിക്കാം പറഞ്ഞത്. ശാലോം, സമാധാനമാണ് നൽകുന്നത്. മാലാഖമാര്
യേശു ജനിക്കുന്ന അവസരത്തില് ആട്ടിടയന്മാരുടെ അരികിലേക്ക് കടന്നു ചെന്നിട്ട് പറയുക, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ആ സമാധാനമല്ലേ ഇന്ന് നമ്മുടെ ഉള്ളിൽ വേണ്ടത്? ഞാൻ ഇന്ന് യേശു എൻ്റെ ഭവനത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഞാൻ എങ്ങനെ സ്വീകരിക്കും? എങ്ങനെ ഞാൻ എൻ്റെ യേശുവിനെ സ്വീകരിക്കും? കെട്ടിപ്പിടിച്ചായിരിക്കുമോ ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നത്? നമ്മുടെ നാവിലേക്ക് മിശിഹായുടെ ശരീരവും രക്തവും നിന്റെ നാവിൽ വെക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഞാൻ യേശുവിനെ എങ്ങനെയാണ്, ഭയഭക്തിയോടെയാണോ സ്വീകരിക്കുന്നത്? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഹല്ലേലൂയ. ഞാൻ യേശുവിനെ എങ്ങനെ സ്വീകരിക്കുന്നു? ഒരുപക്ഷെ ഞാൻ പാപിയായിരിക്കാം. കർത്താവേ, അങ്ങ് എൻ്റെ ഭവനത്തിൽ വരുവാൻ എനിക്കൊരു യോഗ്യതയുമില്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. കർത്താവേ, അങ്ങ് എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. ആ ഉറച്ച വിശ്വാസം, കരകളഞ്ഞ വിശ്വാസം, ആ വിശ്വാസത്തോടെയാണോ യേശുവിനെ സ്വീകരിക്കുന്നത്? യേശുവിന്റെ പുറകെയാണോ നടക്കുന്നത്? കാനാൻകാരി യേശുവിന്റെ പുറകെയാണോ നടക്കുന്നത്? കർത്താവെ സഹായിക്കണമേ, കർത്താവെ സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ യേശുവിന്റെ പുറകെ നടക്കുകയാണ്. എങ്ങനെയാണ് യേശുവിനെ സ്വീകരിക്കുന്നത്? ഇന്ന് പരിശുദ്ധ പിതാവോ മെത്രാന്മാരോ വൈദികരോ ഒക്കെ വരുമ്പോൾ ഞാൻ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? ഒരു മെത്രാൻ പിതാവ് പൂക്കളൊന്നും കൊടുക്കണ്ട, പിതാവ് പറയുന്നു എനിക്കൊരു ബൈബിള് തന്നാൽ മതി. എത്രയോ മനോഹരമായ ഒരു കാഴ്ചയാണ്. പണ്ടൊക്കെ പിതാക്കന്മാര് വരുമ്പോൾ വലിയ ചെണ്ടയൊക്കെ കൊട്ടി വലിയ പൂക്കളൊക്കെ നൽകി സ്വീകരിക്കുമായിരുന്നു. ഇന്നും ചിലയിടത്തൊക്കെ അത് നടക്കുന്നുണ്ട്. ഞാൻ അതിനൊന്നും എതിര് പറയുന്ന അച്ഛനല്ല. പക്ഷേ എങ്ങനെയാണ് യേശുവിനെ സ്വീകരിക്കുന്നത്? ഒരു പിതാവിനെ സ്വീകരിക്കുന്നത്? നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു അതിഥിയെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. മർത്ത യേശുവിനെ സ്വീകരിച്ചതുപോലെ നമുക്കും സ്വീകരിക്കാൻ കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ഭവനത്തിലേക്ക് യേശു കടന്നു വരും. സക്കേവുസിന്റെ ഭവനത്തിലേക്ക് യേശു കടന്നു ചെന്നു. അപ്പോൾ അവൻ പറയുകയാ, കർത്താവേ, ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. ആ സ്വീകരണത്തിന്റെ അവസാനത്തെ ഫലമാണ് നമ്മൾ കാണുക. ഞാൻ യേശുവിനെ എങ്ങനെ സ്വീകരിക്കണം? മത്തായിയുടെയും മറിയത്തിന്റെയും ആ സുവിശേഷ ഭാഗത്തില് മൂന്നാമത് കാണുന്നത്, യേശുവിന്റെ വചനം കേട്ടുകൊണ്ട് അവൾ യേശുവിന്റെ കാൽപാദത്തിലിരുന്നു. യേശുവിന്റെ കാൽപാദത്തിലിരിക്കുക. എന്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. CMI നിർമ്മൽ ഗ്രാം ധ്യാന കേന്ദ്രം തുടങ്ങി കുറെ കടമൊക്കെ വന്നു. അങ്ങനെ കടത്തിൽ കഴിയുന്ന അവസരത്തില് ഈശോയുടെ തൂങ്ങപ്പെട്ട രൂപം ഒരു ചെറിയ ചാപ്പലാണ്. ആ ചാപ്പലില് യേശുവിന്റെ തൂങ്ങപ്പെട്ട രൂപം ഇരിപ്പുണ്ട്. ആ തൂങ്ങപ്പെട്ട രൂപത്തെ പിടിച്ചുകൊണ്ട് പൊട്ടി കരഞ്ഞുകൊണ്ട് യേശുവിനോട് ചോദിക്കുക, യേശുവേ, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ ധ്യാനകേന്ദ്രമൊക്കെ തുടങ്ങിയത്? അപ്പോൾ ആ കുരിശിൽ നിന്ന് ഒരു വചനം ഞാൻ കേൾക്കുകയാണ്, ദൈവം തന്നെ തരും മകനെ, ദൈവം തന്നെ തരും മകനെ. ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് തരും. നിങ്ങളുടെ കടബാധ്യതകൾ മാറ്റുവാനുള്ള വഴികള് ദൈവം തന്നെ നിങ്ങൾക്ക് തുറന്നു തരും. ദൈവത്തിന്റെ തുറവിയില്, ദൈവത്തിന്റെ അനുഭവത്തില് നിങ്ങൾ ആയിരിക്കുക. അവൾ യേശുവിന്റെ കാൽപാദത്തിൽ ഇരിക്കുകയാണ്. യേശുവിന്റെ കാൽപാദത്തെങ്കില് നമ്മൾ ആരെങ്കിലും ഇരുന്നിട്ടുണ്ടോ? ഉണ്ട്. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് നമ്മൾ ആ കുർബാനയുടെ അരികില് ഒരക്ഷരം പോലും മിണ്ടാതെ കർത്താവിനെ നോക്കിയിരുന്നിട്ടുള്ള മണിക്കൂറുകളുണ്ട്. ഇത് എന്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. നമ്മൾ ഭക്ഷിക്കുക മാത്രമല്ല ചെയ്യുന്നത്, യേശുവിന്റെ ദിവ്യ ശരീരം അവിടെ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നത്. അവിടുത്തെ മുമ്പില് ആ ദിവ്യകാരുണ്യനാഥൻ യേശുവാണെന്ന് നമുക്കറിയാം. അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് പല അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്.
ഒരിക്കല് ചെറിയ ചാപ്പലിൽ നിന്നും പരിശുദ്ധ കുർബാന എടുത്തുകൊണ്ട് ധ്യാന ഹാളിലെ വലിയൊരു അരളക്കയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അപ്പൊ എന്നും വിളക്കെടുക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. വിളക്കെടുക്കുന്ന കന്യക എന്നാണ് ഞാൻ ആ കുട്ടിയെ പറയാറുള്ളത്. അപ്പൊ ഈ വിളക്കെടുത്തുകൊണ്ട് ഈ മെയിൻ അൾത്താരയിലേക്ക്, ധ്യാന കേന്ദ്രത്തിലെ പ്രധാന അൾത്താരയിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ, പോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്റെ ഈശോയെ, അങ്ങയോടൊപ്പം അങ്ങേക്ക് വിളക്ക് കാണിച്ചു കൊണ്ടുപോകുന്ന ഈ മകളുടെ കിഡ്നി രോഗത്തെ അങ്ങ് കാണണമേ. അവിടെ ചെന്ന് ഈ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കും. അപ്പോഴൊക്കെ യേശുവിനോട് തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ, ആ കുഷ്ഠരോഗി വിളിച്ചതുപോലെ വിളിക്കുന്നു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. കർത്താവേ, ഈ മകളുടെ കിഡ്നിയുടെ രോഗം പൂർണ്ണമായിട്ട് ഈ നിമിഷം തന്നെ കർത്താവേ എടുത്തു മാറ്റണമേ. 4 ദിവസം തുടർച്ചയായിട്ട് കർത്താവിന്റെ കാൽപാദത്തെങ്കിൽ ഇരുന്നു കൊണ്ട് വിളിച്ചു. പ്രിയമുള്ളവരെ, കർത്താവ് പ്രാർത്ഥന കേട്ടു. ആ മകളുടെ കിഡ്നി രോഗം കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തി. അതിനുശേഷം വിവാഹം കഴിഞ്ഞു. ഇന്ന് 2 കുഞ്ഞുങ്ങളുമായിട്ട് അവൾ കഴിയുകയാണ്. ഇടയ്ക്ക് അവൾ എന്നെ വിളിക്കും, എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ വിളിക്കും. അപ്പൊ യേശുവിന്റെ ആ കാൽപാദത്തിനരുകില്, ആ കുരിശിന്റെ ചുവട്ടില്, വചനത്തിന്റെ അരുകില്, ഒരുപക്ഷെ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെക്കാൻ നമുക്ക് സാധിക്കുന്നില്ലായിരിക്കാം. പക്ഷേ ബൈബിൾ എടുത്തിട്ട് തുറന്നു വെച്ചുകൊണ്ട് ആ വചനം വായിക്കുമ്പോൾ യേശുവിന്റെ സന്നിധിയിലാണ് നമ്മൾ. ആ വചനം തുടർച്ചയായിട്ട് നമ്മൾ വായിക്കുക. ഒരേ വചനം. ഗെത്സേമൻ തോട്ടത്തിൽ യേശു എന്താ ചെയ്തത്? അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറിപ്പോകട്ടെ. അവിടുന്ന് തുടർച്ചയായിട്ട് അതേ വചനങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചു. കർത്താവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം, ഈ വേദനയുടെ പാത്രം മാറിപ്പോകട്ടെ. 8 വചനങ്ങൾ ഗെത്സേമൻ തോട്ടത്തിൽ യേശു പറയുന്നുണ്ട്. കർത്താവേ, കഴിയുമെങ്കിൽ. കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നു. പിതാവായ ദൈവം യഹോവ കേൾക്കുന്നു. അവിടുന്ന് മാലാഖയെ അയക്കുകയാണ്. ആശ്വാസം ലഭിക്കുകയാണ്. കർത്താവേ, അങ്ങേക്ക് കഴിയുമെങ്കിൽ. ഞാൻ പല ആളുകളോടും പറയുന്ന ഒരു കാര്യമാണ്, തുടർച്ചയായിട്ട് ഒരു 200-300 പ്രാവശ്യം ബൈബിള് വായിക്കുക. ബൈബിളിലെ ഒരേ വചനം തന്നെ ആവർത്തിക്കുക. നമുക്ക് സൗഖ്യം നൽകുന്ന വചനമുണ്ട്. സങ്കീർത്തനം 38 അവസാനത്തെ വചനമുണ്ട്. കർത്താവേ, എന്നെ കൈവെടിയരുത്. എന്റെ രക്ഷകനായ ദൈവമേ, എന്നിൽ നിന്ന് അകന്നിരിക്കരുത്. എന്നെ സഹായിക്കാൻ വേഗം വരണമേ. അവിടുത്തെ കാൽപാദത്തിൽ ഇരുന്നു കൊണ്ട്, യേശുവിന്റെ ഒരു രൂപത്തിന്റെ അരികിലിരുന്നു കൊണ്ട് ഒരു മകനോട് പറഞ്ഞു, മകനെ, നിനക്ക് ജോലിയില്ല, വളരെ വിഷമമായിട്ട് അനുഭവിക്കുന്ന നിമിഷമാ. ഈ വചനം നീ ആലുവയിൽ നിന്ന് എറണാകുളത്തേക്ക് വരുമ്പോൾ എല്ലാ ദിവസവും ചൊല്ലുക. കർത്താവേ, എന്നെ കൈവെടിയരുത്. എന്റെ രക്ഷകനായ ദൈവമേ, എന്നിൽ നിന്ന് അകന്നിരിക്കരുത്. എന്നെ സഹായിക്കാൻ വരണമേ. ആ മകന് കർത്താവ് നല്ലൊരു ജോലി കൊടുക്കുകയാ. സൂര്യ ടിവിയിൽ വളരെ ഉയർന്ന ശമ്പളം കിട്ടുകയാ. അപ്പൊ കർത്താവിന്റെ അരികിലിരുന്ന്, കർത്താവിന്റെ ഒരു ചിത്രത്തിന്റെ അരികിലിരുന്ന്, ഡിവൈൻ മേഴ്സിയുടെ അരികിലിരുന്ന്, പരിശുദ്ധ തൃത്വത്തിന്റെ അരികിലിരുന്ന്, ഈശോയുടെ തിരുഹൃദയത്തിന്റെ അരികിലിരുന്ന് വചനങ്ങൾ ആവർത്തിച്ചു പ്രാർത്ഥിക്കുക. അവിടുന്ന് പറയുന്നത് എന്താണെന്ന് കേൾക്കണം. അവിടുന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ കേൾക്കണം. ഒരിക്കല് നമ്മുടെ ഈ ഹിപ്പിന്റെ എല്ല് മാറ്റിവെക്കാനായിട്ട് ഒരു സ്ത്രീ വന്നിരിക്കുകയാണ് ബോംബെയിൽ നിന്ന്. ആ മകളോട് ഞാൻ പറഞ്ഞു, നടക്കുവാൻ ബുദ്ധിമുട്ടാണ്, വളരെ വേദനയാ. ഞാൻ ആ മകളോട് ഓരോ വചനങ്ങൾ പറഞ്ഞു കൊടുത്തു. കർത്താവേ, എന്നെ സഹായിക്കണമേ, ഞാൻ അങ്ങയെ ശരണപ്പെടുന്നു. കർത്താവെ, സഹായിക്കണമേ, ഞാൻ അങ്ങയെ ശരണപ്പെടുന്നു. കർത്താവെ, എന്നെ കൈവെടിയരുത്. എന്റെ രക്ഷകനായ ദൈവമേ, എന്നിൽ നിന്ന് അകന്നിരിക്കരുത്. ജെറമിയ 17:14 കർത്താവെ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. രക്ഷിക്കണമേ, ഞാൻ രക്ഷപ്പെടും. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. മോശയോട് അരുളി ചെയ്ത യാഹ്വേ പറഞ്ഞ, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഇങ്ങനെ ഒരു 10-15 വചനങ്ങള് ഞാനൊരു പേപ്പറിൽ എഴുതി കൊടുത്തിട്ട് പറഞ്ഞു, മോളെ, അവിടെ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചിട്ടുണ്ട്.
മോൾ ചെന്ന് ഈ വചനങ്ങൾ ഒരു അരമണിക്കൂർ നേരം അതേ വചനങ്ങൾ ഉച്ചരിക്കുക. ആ യേശുവിന്റെ കാൽക്കൽ ഇരുന്നു കൊണ്ട്, കുരിശിന്റെ കീഴെ ഇരുന്നു കൊണ്ട്, പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ആ സ്ഥലത്തിരുന്നു കൊണ്ട് അരമണിക്കൂർ നീച്ച് പ്രാർത്ഥിക്കുക. അരമണിക്കൂർ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ആ മകള് തിരിച്ചു വരികയാണ്. ഈ ഹിപ്പ് മാറ്റിവെക്കണമെന്ന് പറഞ്ഞത് അതേ വചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ, യേശുവിന്റെ അരികിലായിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, കർത്താവ് എടുത്തു മാറ്റി ആ രോഗം. അവള് കല്യാണമെല്ലാം കഴിഞ്ഞ് ഇന്ന് ഒരു കുഞ്ഞുമായിട്ട് തൊടുപുഴ സൈഡിൽ ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ അരികിലിരിക്കുക. യേശു ഒരിക്കല് ശിഷ്യന്മാരുടെ അരികില് പ്രത്യേകമായിരുന്നു. തന്റെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ്. തന്റെ സ്നേഹിതരായ, തന്റെ ശിഷ്യന്മാരായ അവരെ അടുത്ത് വിളിച്ചിട്ട് ഒരു താലത്തിൽ വെള്ളമെടുത്ത് അവരുടെ കാലുകളിലേക്ക് ആ വെള്ളം ഒഴിച്ച് ആ കാലുകളെ ചുംബിക്കുകയാണ്. അടുത്തിരുന്നു കൊണ്ട്, യേശു ഏറ്റവും അടുത്തിരുന്നു കൊണ്ട് ആ കാലുകളെ ശിഷ്യന്മാരുടെ ചുംബിക്കുകയാണ്. ഇന്ന് രോഗികള് കടന്നു വരുമ്പോൾ പറയാറുണ്ട്, യേശുവേ എന്റെ മുറിവിനെ ഒന്ന് കാണണമേ. പാലായിൽ നിന്നൊരു സഹോദരി വന്നു, കാല് മുഴുവനും മുറിവുകളാണ്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന് മോശയോട് അരുളി ചെയ്ത വചനം, കർത്താവേ, ഈ കാലിലെ മുറിവുകളായി കഴിയുന്ന ആരെല്ലാം ഉണ്ടോ, കർത്താവേ, ഈ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടല്ലോ. കാലുകളില്, ശരീരങ്ങളില് മുറിവുകളുമായിട്ട് കഴിയുന്ന മക്കളുടെ അരികിലേക്ക് അങ്ങ് കടന്നു ചെന്നുകൊണ്ട് ഈ അവസരത്തിൽ തന്നെ അവരുടെ മുറിവുകളെ തൊടണമേ. കർത്താവേ, വലതു കാലിന് ശക്തമായ രോഗാവസ്ഥയിൽ കഴിയുന്ന മക്കളെ അങ്ങ് സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ അരികില് വചനം കേട്ടുകൊണ്ടിരിക്കുക, യേശുവിന്റെ അരികില് വചനം വായിച്ചു കൊണ്ടിരിക്കുക. യേശു പറയുന്ന വചനങ്ങള്, യേശു നമ്മുടെ മനസ്സിൽ തരുന്ന വചനങ്ങള് എഴുതിയെടുക്കുക. ഒത്തിരിയൊന്നും എഴുതണ്ട, ഒരു 5-6 വചനങ്ങൾ എഴുതി അതേ വചനം തന്നെ നമ്മൾ ആവർത്തിക്കുക. സ്നേഹമുള്ളവരെ, പല സങ്കീർത്തനങ്ങള് ഞാൻ മനപ്പാഠം പഠിച്ചിട്ടുണ്ട്. ഓരോ സങ്കീർത്തനം ചൊല്ലുമ്പോഴും പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടി 6-ാം സങ്കീർത്തനം ചൊല്ലണം. രോഗികൾക്ക് വേണ്ടി ഈ ദിവസങ്ങളില് സെന്റ് മേരീസ് ആശുപത്രി തൊടുപുഴയിൽ ഞാൻ ചൊല്ലുകയാണ്. 2 രോഗികളുണ്ട്, ഒന്ന് മാത്യു ചേട്ടനും മറ്റൊന്ന് ജോഷിയും. ഈ 2 പേർക്കും വേണ്ടിയിട്ട് യേശുവിന്റെ മുമ്പില് അതേ വചനങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് 6-ാം സങ്കീർത്തനവും 121-ാം സങ്കീർത്തനവും ആവർത്തിച്ചു ചൊല്ലുകയാണ്. വളരെ ശബ്ദം കുറച്ചാണ് ചൊല്ലുന്നത്. കർത്താവേ, കോപത്തോടെ എന്നെ ശകാരിക്കരുത്, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുത്. കർത്താവേ, ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണ തോന്നണമേ. എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു, എന്നെ സുഖപ്പെടുത്തണമേ. ഈ വ്യക്തിയെ, മാത്യുവിനെ, കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാല് സുഖപ്പെടുത്തണമേ. പത്രോസ് യോഹന്നാനും ഒരുമിച്ച് പോകുമ്പോൾ അരുളി ചെയ്തല്ലോ, പൊന്നോ വെള്ളിയോ എന്റെ പക്കലില്ല, യേശുവിന്റെ നാമത്തില് നീ സൗഖ്യപ്പെടട്ടെ. ഈ വചനം കേട്ടുകൊണ്ട് രോഗികളായ മക്കളെ, ഈ അവസരത്തിൽ കർത്താവ് നിങ്ങളെ തൊടുന്നുണ്ട്. വിശ്വസിക്കുക. ഈ വചനം പല പ്രാവശ്യം നിങ്ങൾ ആവർത്തിക്കുക. 6-ാം സങ്കീർത്തനവും അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ 3-ാം അധ്യായത്തിൽ പറയുന്നവൻ, കർത്താവെ ഉറക്കെ വിളിക്കണം. കർത്താവിനെ ചില സമയങ്ങളിൽ യേശുവിനെ ഉറക്കെ വിളിക്കണം. യേശുവേ, എന്നെ കൈവടിയരുതേ എന്ന് ഉറക്കെ വിളിച്ചാൽ യേശു വരും. യേശുവേ എന്ന് ഉറക്കെ വിളിച്ചാൽ യേശു നമ്മുടെ അരികിൽ വന്ന് നമ്മുടെ മുറിവുകള്, നമ്മുടെ തലച്ചോറിലെ പ്രശ്നങ്ങൾ മാറ്റും. യേശുവിന്റെ അടുത്തിരിക്കണം. ഈ ദിവസങ്ങളില് ഇടുക്കിയിലുള്ള ഒരു സഹോദരി വലിയൊരു ആശുപത്രിയിൽ സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞു, നിന്റെ കിഡ്നിയില് കല്ലുകളാണ്. അവള് കാനഡയ്ക്ക് പോകാനായിട്ടെല്ലാം ശരിയാക്കി വെച്ചിരിക്കുന്നതാ. രാത്രിയിലാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, നീ തമ്പുരാനോട് പ്രാർത്ഥിക്കുക, വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, എന്നെ കൈവടിയരുതേ, എന്റെ രക്ഷകനായ ദൈവമേ, എന്നെ അകന്നിരിക്കരുതേ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. ഇതിനു മുമ്പ് ആ സഹോദരി തളർന്നു കിടന്നതാ, തളർവാദ രോഗിയെ പോലെ തളർന്നു കിടന്നതാ. ആ മകൾക്ക് വേണ്ടി 3 ദിവസം പ്രാർത്ഥിച്ചു. അവരുടെ മക്കൾ എന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, അച്ഛാ, എന്റെ അമ്മ തളർന്നു കിടക്കുകയാ,
വളരെ ബുദ്ധിമുട്ടിലാണ് അച്ഛ സഹായിക്കണമേ. ഹല്ലേലൂയ. ആ മകള് ആലുവായിലുള്ള ഒരു വലിയ ആശുപത്രിയിൽ ചെന്ന് നോക്കുക. അവളുടെ കിഡ്നിയിൽ കല്ലുകളില്ല, അവൾക്കൊരു രോഗവുമില്ല. കർത്താവിന്റെ സന്നിധിയില് വേദനയോടെ കരങ്ങൾ ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ പ്രാർത്ഥന കേൾക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മർത്തയുടെയും മറിയത്തിന്റെയും ആ ഭാഗം വായിക്കുമ്പോൾ നാലാമത് നമ്മുടെ മനസ്സിൽ വരുന്നത്, മർത്ത പല കാര്യങ്ങളെയും ഓർത്ത് വ്യഗ്രചിത്തയും ആകുലതയും അനുഭവിക്കുകയാണ്. കാരണം തൻ്റെ ഭവനത്തിലേക്ക് 12 ശിഷ്യന്മാരും യേശുവും കടന്നു വന്നിരിക്കുകയാണ്. സ്നേഹിതനായ ലാസർ അവിടെയില്ല. അവരുടെ മാതാപിതാക്കന്മാർക്ക് എന്തു പറ്റിയെന്നും നമുക്കറിയില്ല. സുവിശേഷം അത് പറയുന്നില്ല. ഈ 2 സഹോദരികൾ മാത്രമേ ഉള്ളൂ. ഈ അവസരത്തില് മർത്ത ചെന്നിട്ട് യേശുവിനോട് പറയുകയാണ്, കർത്താവേ, എന്നെ ഇവള് തന്നെ വിട്ടിരിക്കുകയാണ്, എന്നെ ഒന്ന് വന്ന് സഹായിക്കാൻ ഈ മകളോടൊന്ന് പറ കർത്താവേ. യേശുവേ, അങ്ങൊന്ന് പറ. അവള് വ്യഗ്രചിത്തയാണ്. എന്തു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും? ഈ ഭക്ഷണത്തിന് ആവശ്യത്തിനുള്ളത് തികഞ്ഞോ? കാരണം 12 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കണം. ഇന്നത്തെ പോലെ കറണ്ട് ഇല്ലാത്ത ഒരു വീടുകള്, ഇന്നത്തെ സൗകര്യങ്ങളൊന്നുമില്ല. തീയിൽ ചുട്ടെടുക്കണം, ഭക്ഷണം ഉണ്ടാക്കണം. അപ്പോൾ അവള് വ്യഗ്രചിത്തയാണ്. എന്ത് യേശുവിന് കൊടുക്കും? അതാണ് അവളുടെ വ്യഗ്രചിത്ത. എന്ത് യേശുവിന് കൊടുക്കും? എങ്ങനെ ഞാൻ കൊടുക്കും? അതാണ് ചിന്തിക്കുന്നത്. വ്യഗ്രചിത്ത. യേശു പറയുന്നുണ്ട്, വയലിലെ ലില്ലികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയും ശേഖരിക്കുന്നുമില്ല. അല്പവിശ്വാസികളെ ദൈവം അവയെ തീറ്റിപ്പോറ്റുന്നു. പിന്നെ എന്തിനു ഭയപ്പെടണം? 5 അപ്പം 5000 പേർക്ക് കൊടുത്തില്ലേ? 2 മീന് വാഴ്ത്തി വിഭജിച്ച് 5000 പേർക്ക് കൊടുത്തില്ലേ? വേറൊരു അവസരത്തിൽ 7000 പേർക്ക് കൊടുത്തില്ലേ? യേശു നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നാം ആരെ ഭയപ്പെടണം? കർത്താവിന്റെ പക്ഷത്തുണ്ട്, ഞാൻ ആരെ ഭയപ്പെടണം? പക്ഷെ ഇവള് വ്യഗ്രചിത്തയ, ആകുലതയാണ്. യേശുവിന്റെ കാലത്ത് ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒന്നുമില്ല. ഇന്നാണ് ആങ്സൈറ്റി ഡിസോർഡറിനെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടക്കുന്നത്. ആകുലത മൂലമുണ്ടാകുന്ന രോഗങ്ങൾ, അസ്വസ്ഥതകളാണ് ഫോബിയ, പാനിക്, പോസ്റ്റ് ട്രോമാറ്റിക്, ജനറലൈസ്ഡ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, കൺവേർഷൻ ഡിസോർഡർ. ഇന്ന് അത് മനഃശാസ്ത്രത്തിന്റെ വിഷയമാണ്. ഈ മനഃശാസ്ത്ര വിഷയമൊക്കെ അത് അവിടെ ഇരിക്കട്ടെ. ഞാൻ MSc സൈക്കോളജി പഠിച്ച ഒരു അച്ഛനാ. ധാരാളം ആളുകൾ കാണാൻ വരാറുണ്ട്. മരുന്നോ ലേപനമോ അല്ല, യേശുവിന്റെ വചനം അവർക്ക് സൗഖ്യം നൽകും. ഞാൻ ഓർക്കുന്നത്, കൊല്ലത്ത് നായേഴ്സ് ഹോസ്പിറ്റലില് സംസാര ശക്തിയെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു മകൻ, ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആശുപത്രിയിൽ ചെന്നിരിക്കുകയാണ്. കോതമംഗലത്ത് നിന്ന് കൊല്ലത്ത് ചെന്നിരിക്കുകയാണ്. ഞങ്ങൾ 2-3 പേരുണ്ട്. ഈ മനുഷ്യൻ കിടക്കുന്ന സൈഡില് ആ മുറിയിൽ ചെന്ന് വളരെ വളരെ സ്വരം താഴ്ത്തി പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ യേശുവേ, ഊമനായ വ്യക്തിക്ക് അങ്ങ് സംസാര ശക്തി കൊടുത്തല്ലോ, തളർവാദ രോഗിയെ അങ്ങ് എഴുന്നേൽപ്പിച്ച് നടത്തിയല്ലോ. ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും രോഗം ബാധിച്ച് അസ്വസ്ഥരാണെങ്കിൽ കർത്താവേ, അങ്ങ് ഇടപെടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കിടക്കുന്ന രോഗിക്ക് സംസാര ശക്തി വീണ്ടും കൊടുക്കണമേ. അമ്മേ മാതാവേ, സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു 20 മിനിറ്റോളം തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചു. യേശുവിനെ ഓർത്ത് പ്രാർത്ഥിച്ചു, യേശുവിനെ ചിത്രം നോക്കി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യന്റെ തൊടയില് ഒരടി കൊടുക്കാനായിട്ട് എന്നോട് പറഞ്ഞു. അല്പം ശക്തിയില് ഈ മകന്റെ മുട്ടിന് മുകളില് തൊടയില് ഞാൻ ഒരടി കൊടുത്തു. അമ്മോ എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ സംസാരിച്ചു. അപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് ഒക്കെ വന്നു. ഈ മനുഷ്യന് മാനസിക അസ്വസ്ഥത ഉണ്ടായതാണെന്നൊക്കെ പറഞ്ഞു. എന്തെങ്കിലും ആകട്ടെ, തല ഓപ്പറേഷൻ പിറ്റേ ദിവസം ചെയ്യേണ്ട വ്യക്തി, ആ വ്യക്തിക്ക് സൗഖ്യം കിട്ടി. ദൈവത്തിന്റെ വചനം ഓർത്തുകൊണ്ട്, ദൈവത്തിന്റെ വചനം കൊണ്ട് പ്രിയമുള്ളവരെ, രോഗികളുടെ അരികിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗികള് സൗഖ്യപ്പെടും. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഇതൊരനുഭവമല്ല, പല അനുഭവങ്ങളുടെ വെളിച്ചത്തില് ഞാൻ സംസാരിക്കുന്നത്. ഇതിനകത്ത് അഹങ്കാരമില്ല. ദൈവത്തിന്റെ വചനങ്ങള് എളിമയോടുകൂടി മാത്രമാണ് പറയുന്നത്. ഈ വചനം കേൾക്കുന്ന ധാരാളം ആളുകൾക്ക് അനുഭവങ്ങൾ കിട്ടുന്നു. പലരും എന്നെ കാണാൻ വരാറുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവമേ നന്ദി. അപ്പോൾ അവള് വ്യഗ്രചിത്തയാണ്. വ്യഗ്രചിത്തയായ അവളോട് കർത്താവ് പറയുന്നുണ്ട്, നീ പലതിനെ കുറിച്ചും ആകുല ചിന്തയായിരിക്കുന്നു എന്ന് പറയുകയാണ്. അതൊന്നും നിനക്ക് ആവശ്യമില്ല, അവൾ ചെയ്യുന്നതാണ് നല്ലത് എന്ന് കൂടി പറയുകയാണ്. അഞ്ചാമത് പറയുക, മർത്ത നീ പലതിനെ കുറിച്ചും ആകുലതയും ഉത്കണ്ഠാകുലയുമായിരിക്കുകയാണ്. ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ ആൻസൈറ്റിയാണ്. ഞാൻ ആദ്യമേ കുറച്ച് സംസാരിച്ചു. ഈ വചനം കേൾക്കുന്ന നിങ്ങളിൽ പലരും ഉത്കണ്ഠാകുലരായിരിക്കും. എങ്ങനെ കടം വീട്ടും, എങ്ങനെ എൻ്റെ മകൾക്ക് ഒരു അഡ്മിഷൻ കിട്ടും, +1 +2 ഗ്രാജുവേഷന് എവിടെ കിട്ടും? ആകുല ചിത്തയാണ്. ആകുലത കൊണ്ട് ആയുസ്സിന്റെ ഒരു മുഴം കൂട്ടുവാൻ കഴിയുകയില്ല. ഞാൻ പറയുകയുണ്ടായല്ലോ, ആങ്സൈറ്റി ഡിസോർഡർ. ആകുലരായതുകൊണ്ട്, ഞാൻ ആകുലയായാല് കുറച്ചും കൂടി എൻ്റെ ആരോഗ്യം നഷ്ടപ്പെടും, എൻ്റെ മനസ്സിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും. അപ്പോൾ യേശു പറയുകയാണ്, ഈ ഒരു കുടുംബത്തിൽ വന്നു എന്ന് പറയുക, ഈ വചനം കേൾക്കുന്ന കുടുംബ അംഗങ്ങളെ, നിങ്ങൾ ആകുലരാകേണ്ട. നിങ്ങളുടെ കടം വീട്ടുവാനുള്ള വഴികള് കർത്താവ് തുറന്നു തരും. അതിനുള്ള വഴികൾ കർത്താവ് ഒരുക്കി തരും. എന്നിൽ വിശ്വസിക്കുക എന്നാണ് യേശു പറയുന്നത്. കർത്താവിൽ വിശ്വസിക്കുക. ജപ്തി ചെയ്ത് കൊണ്ടുപോകാൻ പോകുന്ന ഒരു മകന്റെ വീട്. റാണി എന്നെ വിളിക്കുകയാണ്, അച്ഛാ എന്റെ വീട് ജപ്തി ചെയ്ത് കൊണ്ടുപോവുകയാണ്. അവള് പൊട്ടിക്കരയുകയാണ്. അപ്പോൾ എലഞ്ഞി പള്ളിയിൽ കുർബാന ചൊല്ലിയിട്ട് ഞാൻ പറഞ്ഞു, റാണി നിന്റെ വീട് ജപ്തി ചെയ്യുകയില്ല. ഏകദേശം 1 കോടി രൂപയോളം വിലയുള്ള വീടും സ്ഥലവും. നീ 9 പ്രാവശ്യം സങ്കീർത്തനം 46 1-ാമത്തെ വചനം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നോക്കിയിട്ട് നീ ഉറക്കെ വായിക്കുക. കർത്താവാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ സുനിശ്ചിതമായ തുണയുമാണ്. കർത്താവ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളില് സുനിശ്ചിതമായ തുണയുമാണ്. ഭൂമി കുലുങ്ങിയാലും പർവ്വതങ്ങൾ അടർന്ന് കടലിൽ പതിച്ചാലും ഞാൻ ഭയപ്പെടുകയില്ല. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് യേശുവിന്റെ തിരുഹൃദയത്തിലേക്ക് നോക്കിയിട്ട് അവളുടെ ഹൃദയം തകർന്ന് അവൾ വിളിക്കുകയാണ്. ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഈ വചനം കേൾക്കുന്ന ഹൃദയം തകർന്നവരെ കർത്താവ് നിങ്ങളോട് പറയുന്നു, 46-ാം സങ്കീർത്തനം 1-ാം വചനം, നിങ്ങളൊരു 9 പ്രാവശ്യം ഹൃദയം നുറുങ്ങി കർത്താവിന്റെ മുമ്പിൽ അപേക്ഷിക്ക്, കർത്താവ് വഴി തുറന്നു തരും. ഇവർക്ക് കർത്താവ് ആ നിമിഷം തന്നെ വഴി തുറന്നു കൊടുത്തു. അടുത്ത് താമസിക്കുന്ന ഒരു സുഹൃത്ത് വന്ന് 18 ലക്ഷം രൂപ ഇട്ട് കൊടുത്തു. വേറെ ആൾ 18 ലക്ഷം രൂപ ഇട്ട് കൊടുത്തു. 36 ലക്ഷം. അനുജൻ 4 ലക്ഷം രൂപ ഇട്ട് കൊടുത്തു. 40 ലക്ഷം. കർത്താവ് വഴി തുറന്നു തരും. അതാണ് ഇന്ന് ആ കുടുംബം മുഴുവനും അമേരിക്കയിലാണ്. 1 വർഷം കൊണ്ട് മകൻ അവിടെ ജോലിയോ എന്തൊക്കെ കിട്ടി, ഭർത്താവിന് ജോലി കിട്ടി. കർത്താവ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. താണു പോകുന്നവരെ പിടിച്ചുയർത്തുന്നതാ. പത്രോസ് വെള്ളത്തിലേക്ക് താണു പോവുകയാ. ഒരുപക്ഷെ കടം കൊണ്ട് നിങ്ങൾ താണു പോവുകയാ. ഒരുപക്ഷെ കൊടും കാറ്റ് കൊണ്ട് നിങ്ങളുടെ വീട് തകർന്നു പോവുകയാ. താണു പോകുന്നവരെ പത്രോസ് വിളിച്ചില്ലേ, കർത്താവേ സഹായിക്കണമേ, കർത്താവേ സഹായിക്കണമേ. ഹൃദയം നുറുങ്ങി വിളിച്ചാല് കർത്താവ് സഹായിക്കും. തന്റെ കൊച്ചു മകള് മരിച്ചു പോകുന്ന കണ്ടുകൊണ്ട് ആ അമ്മ ഹൃദയം നുറുങ്ങി വിളിക്കുക, കർത്താവേ സഹായിക്കണമേ. അവളുടെ വിളി കർത്താവ് കേട്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ കുഞ്ഞിന് കർത്താവ് വീണ്ടും ജീവൻ നൽകി. ആ കുഞ്ഞിനെ രക്ഷിക്കുകയാണ്. കർത്താവെ സഹായിക്കണമേ. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുക, ഒന്ന് മാത്രമേ നിനക്ക് ആവശ്യമുള്ളൂ. ഒരു കാര്യം മാത്രമേ നിനക്ക് ആവശ്യമുള്ളൂ. അതെന്താണ്? ഇവള് ചെയ്യുന്നത് ചെയ്യുക, മേരി ചെയ്യുന്നത് ചെയ്യുക. കർത്താവിന്റെ ആ കാൽപാദത്തിങ്കിൽ ഒന്ന് ചേർന്നിരിക്കുക. കർത്താവിന്റെ കാൽപാദത്തിങ്കിൽ ചേർന്നിരുന്നു കൊണ്ട് നിങ്ങളുടെ വേദനയുടെ കെട്ടുകൾ അഴിക്കണ്ട, ദുഃഖങ്ങൾ അഴിക്കണ്ട. വെറുതെ അവിടെ ആ കുരിശിന്റെ ചുവട്ടില്, വെറുതെ ആ പരിശുദ്ധ കുർബാനയുടെ അരികില്, വെറുതെ ആ വചനത്തിന്റെ മുമ്പില് കൈവച്ചുകൊണ്ട് നിങ്ങൾ അവിടെ ഇരിക്കുക. ഈ വചനം എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരും. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ്.
കർത്താവ് ഇവിടേക്ക് കടന്നു വരും. ഒരു കാര്യം, പല കാര്യമൊന്നും പറയണ്ട, ഒറ്റയ്ക്കൊരു കാര്യം. നിങ്ങളെ ഒരു കാര്യം പറയുക, കർത്താവേ, കർത്താവേ, എന്റെ എലിക്ക് വേദനയാണ് കർത്താവേ, എന്റെ മകന് ക്യാൻസർ ആണ് കർത്താവേ. അപ്പൊ കർത്താവ് തരുന്ന വചനം കൂടി സ്വീകരിക്കുക. ചിലപ്പോൾ ഒരു വ്യക്തിയിലൂടെ ആയിരിക്കും. ഞാൻ ഓർക്കുന്നത്, ഒരു മകന്റെ കാലിന്റെ മുട്ടിന് താഴെ ക്യാൻസർ ആണ്, കാല് മുറിച്ചു കളയണം. അങ്ങനെ പറയുന്ന അവസരത്തില് ആ അപ്പൻ വന്ന് ഞങ്ങളുടെ ആശ്രമത്തിൽ വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തില് 17-ാം അധ്യായം 14-ാം വചനം. ജപമാല എടുത്തിട്ട് ആ കാലിലേക്ക് വെച്ചിട്ട് പ്രാർത്ഥിക്കുക, കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. ലോർഡ് ഹീൽ മീ, കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. രക്ഷിക്കണമേ, ഞാൻ രക്ഷപ്പെടും, അങ്ങയിലാണ് എൻ്റെ പ്രത്യാശ. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാ. അപ്പോൾ RCയില് ഇവർക്ക് ഡോക്ടറെ കാണാനായിട്ടൊരു അവസരം കിട്ടി. അവിടെ ചെന്ന് പരിശോധന കഴിഞ്ഞപ്പോൾ പറഞ്ഞു, കാല് മുറിച്ച് കളയണ്ട, കാലിന്റെ മുട്ടിന് താഴെ എല്ല് മുറിക്കണം, കണ്ണങ്കാലിന് മുകളിൽ വെച്ചും എല്ല് മുറിക്കണം, ഒരു കഷണമാകും. ആ ക്യാൻസർ ഉള്ള എല്ലിന്റെ കഷണം അമല ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടില് എല്ലുകൾക്ക് റേഡിയേഷൻ നടത്താനുള്ള സൗകര്യമുണ്ട്. അവിടെ റേഡിയേഷൻ നടക്കുക. റേഡിയേഷൻ നടത്തി ആ മുറിച്ചു മാറ്റിയ എല്ലുകൾ വീണ്ടും സ്ഥാപിച്ചു. കർത്താവ് വീണ്ടും സ്ഥാപിക്കും. ഒടിഞ്ഞുപോയ ശിഖരങ്ങൾ കർത്താവ് കൂട്ടിയോജിപ്പിക്കും. വേർപാടിലേക്ക് പോകുന്ന പല കുടുംബങ്ങളെ എനിക്കറിയാം. ഈ ദിവസങ്ങളിൽ എന്നെ കാണാൻ വന്ന ഒരു ഭർത്താവ് 2 കുഞ്ഞുങ്ങളുമായിട്ട് കടന്നു വരികയാണ്. കുറെ നാളുകൾക്ക് മുമ്പ് ആ വ്യക്തി തന്റെ ഭാര്യയെ ഉപേക്ഷിക്കുകയാണ്, ഡൈവോഴ്സ് ചെയ്യുകയാണ്. എന്തോ കാരണങ്ങൾ പറഞ്ഞു കുറച്ച് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ആ വ്യക്തിയെ വിട്ടു. പിറ്റേ ദിവസം രാവിലെ ഭാര്യയെ വീട്ടിൽ കൊണ്ടുപോയി വിടും. ചെറുപ്പക്കാരാണ്. കർത്താവ് ചില വെളിപ്പെടുത്തലുകൾ എനിക്ക് നൽകി. ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, ആ വ്യക്തി നിന്റെ ഭാര്യ അങ്ങനെ ചെയ്തിട്ടില്ല, തെളിവുകൾ സഹിതം നിരത്തി കൊടുത്തു. ദൈവത്തിന്റെ വെളിപാടനുസരിച്ചാണ് പറഞ്ഞത്. ആ വ്യക്തി സ്വീകരിച്ചു, ഭാര്യയെ പറഞ്ഞു വിട്ടില്ല. അതിനുശേഷം IELTS എഴുതി, പരീക്ഷ ജയിച്ച് വിദേശത്ത് ചെന്നു. വിദേശത്തേക്ക് തന്റെ ഭർത്താവിനെയും കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്ന് കർത്താവ് അവർക്ക് 2 കുഞ്ഞുങ്ങളെ നൽകി. ആ കുഞ്ഞുങ്ങളുമായിട്ട് ഈ ദിവസങ്ങളിൽ കടന്നു വന്നിരിക്കുകയാണ്. കുറെ നല്ല സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നു. ദൈവത്തിന്റെ ഇടപെടലുകൾ ഇങ്ങനെയാണ് പ്രിയമുള്ളവരെ. വചനം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ 100 മേനി ഫലം പുറപ്പെടുവിക്കും, 200 മേനി ഫലം പുറപ്പെടുവിക്കും. കർത്താവ് പറഞ്ഞില്ലേ, ഇതാ വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. ചില വിത്തുകൾ വഴിയരികിൽ വീണു, പാറപ്പുറത്ത് വീണു, നല്ല വിത്ത് നല്ല നിലത്ത് വീണു. നല്ല നിലമാകുന്ന നമ്മുടെ ഹൃദയത്തിലേക്ക് വീഴുന്ന വചനങ്ങള് അവിടെ പൊട്ടിമുളയ്ക്കുന്നുണ്ട്. അവിടെ 100 മേനി 60 മേനി 30 മേനി ഫലം പ്രിയമുള്ളവരെ നിങ്ങൾക്ക് കർത്താവ് തരുകയാ. അത് സ്വീകരിക്കുക. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കള്, ഡൈവോഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നവര്, അബോർഷനെ കുറിച്ച് ചിന്തിക്കുന്നവര്, അവരുടെ മനസ്സില് കർത്താവിതാ പരിശുദ്ധാത്മാവ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, സഹായകനായ പരിശുദ്ധാത്മാവേ ഈ മക്കളിലേക്ക് ഇറങ്ങി വരുന്നവന് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, വേർപാടിലേക്ക് പോകുന്നവരെ, ഡൈവോഴ്സിലേക്ക് പോകുന്നവരെ അങ്ങ് ഏറ്റെടുത്ത് വീണ്ടും യോജിപ്പിക്കുന്നതിന് കർത്താവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 7 ഇമ്പോർട്ടൻസ് ഓഫ് വിമൻ, സ്ത്രീകളുടെ പ്രാധാന്യം. യേശുവിന്റെ കാലത്ത് സ്ത്രീകൾക്ക് വലിയ ബഹുമാനമോ സ്ഥാനമോ ഒന്നുമില്ല. ഈ സ്ഥാനമില്ലാത്തവരെ, ഈ സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ഭിക്ഷുകനായ ലൂക്കാസ് സുവിശേഷകൻ. അവിടെ 2 സ്ത്രീകളെ കാണിച്ചു തരികയാണെന്ന്, മർത്ത, മേരി. നമ്മളൊക്കെ സ്ത്രീകളോടുള്ള സമീപനം എന്താണ്? നമ്മുടെ നാട്ടിൽ കാണുന്ന സ്ത്രീകളോടുള്ള സമീപനം എന്താണ്? അഫ്ഗാനിസ്ഥാനിലേക്ക് ചെന്നാല് കുട്ടികൾക്ക് പഠിക്കാൻ പാടില്ല, പെൺകുട്ടികൾക്ക്. അവര് മുഖമെല്ലാം മറിച്ചു നടക്കണം. വിദ്യാഭ്യാസമില്ലാതെ ആ പെൺകുട്ടികളെല്ലാം അവിടെ കഴിയുകയാണ്. ഇന്നും നമ്മുടെ നാട്ടിലും പെൺകുട്ടികളെ പല രീതിയില് അവരെ ചൂഷണം ചെയ്യുന്നില്ലേ? പാപത്തിന്റെ വഴികളിലൂടെ കൊണ്ടുപോകുന്നില്ലേ?
കർത്താവ് എത്രയോ റെസ്പെക്റ്റോടുകൂടിയാണ് തന്റെ സ്നേഹിതനായ ലാസറിന്റെ സഹോദരിമാരായ മർത്തയോടും മേരിയോടും. നമ്മുടെ യാത്രകളില് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സഹോദരിമാരെ കാണുന്നത്? നമ്മുടെ ആലയങ്ങളിലേക്ക് വരുന്ന സ്ത്രീകള് എത്രമാത്രം ബഹുമാനത്തോടെയാണ് കർത്താവിന്റെ അരികിലേക്ക് വരുന്നത്? സ്ത്രീകൾക്ക് വലിയൊരു സ്ഥാനം നമ്മുടെ സുവിശേഷത്തിൽ കൊടുത്തിട്ടുണ്ട്. സ്ത്രീകളുടെ ഇമ്പോർട്ടൻസ് ആക്ച്വലി റിവീലിംഗ് ലൂക്കാസ് സുവിശേഷം വെളിപ്പെടുത്തുകയാണ്. യേശു തന്നെ വെളിപ്പെടുത്തി. ഇവിടെ സ്ത്രീയെ വെളിപ്പെടുത്തുക രണ്ട് ക്യാരക്ടേഴ്സിനെ, മർത്തയുടെ ക്യാരക്ടറും മറിയത്തിന്റെ ക്യാരക്ടറും. ഇവര് രണ്ടും സമൂഹത്തിന്റെ ഭാഗം. ഇവരുടെ കുടുംബത്തിലുള്ളതാണ്. കുടുംബത്തിലാണ്. എൻ്റെ കുടുംബത്തിൽ കടന്നു വരുന്ന, കെട്ടിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടികളോട്, നമ്മുടെ ഭവനത്തിന്റെ ഭാഗമാകുന്ന സ്ത്രീകളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു? നമ്മുടെ ദേവാലയങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് സ്ത്രീകളോട് പെരുമാറുന്നത്? നമ്മുടെ പാരീഷ് കൗൺസിൽ മീറ്റിംഗിലൊക്കെ സ്ത്രീകൾക്ക് എന്താണ് സ്ഥാനം? പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും ബഹുമാനവും സ്നേഹവും സ്ത്രീകൾക്കുണ്ടായിരിക്കണമെന്ന് സ്ത്രീകളോട് പറയുന്ന നമ്മുടെ ഇടവക ജനത്തോട് പറയാറുണ്ട്. വിത്ത് എ ഗ്രേറ്റ് റെസ്പെക്ട്, വിത്ത് എ ഗ്രേറ്റ് ലവ് നമ്മുടെ സഹോദരിമാരെ സമീപിക്കുക. പെൺകുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ കത്തോലിക്ക സഭ, നമ്മുടെ സീറോ മലബാർ സഭ, നമ്മുടെ പിതാക്കന്മാര്, നമ്മുടെ വൈദികര് ധാരാളമായി ചെയ്യുന്നുണ്ട്. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. സ്നേഹമുള്ളവരെ, മർത്താ മറിയത്തിന്റെ ഈ സുവിശേഷ ഭാഗത്ത് ഞാൻ പ്രധാനമായിട്ട് 7 കാര്യങ്ങൾ പറയുകയുണ്ടായി. ഈ നീണ്ട വചന പ്രഘോഷണങ്ങള് വളരെയധികം ആളുകൾക്ക് വെറുതെ വീട്ടിലിരിക്കുമ്പോൾ കേൾക്കാൻ പറ്റുന്നു. രോഗികളായ മക്കൾക്ക് കേൾക്കുമ്പോൾ സൗഖ്യം ലഭിക്കുന്നു. 10-5 മിനിറ്റുമൊക്കെ ഞാൻ വചനം പറയുന്ന അവസരത്തിൽ ആളുകൾ പറഞ്ഞു, അച്ഛാ, ദീർഘമായ സംഭാഷണങ്ങളാണ്, വചന പ്രഘോഷണങ്ങളാണ് നമുക്കിന്ന് ആവശ്യം. അങ്ങനെ പറയുന്നത് കൊണ്ട് ഒരു പക്ഷേ നിർമ്മൽഗ്രാം ധ്യാന കേന്ദ്രത്തിൽ വർഷങ്ങളോളം ശുശ്രൂഷ ചെയ്യുമ്പോൾ 3 മണിക്കൂറൊക്കെ വചനം പറയുമായിരുന്നു. ആ അവസരത്തിൽ രോഗികളായി കടന്നു വരുന്നവർക്ക് വലിയ സൗഖ്യം ലഭിച്ചിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ കേൾക്കുന്ന വചനം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ സബ്സ്ക്രിപ്ഷൻ പറയുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു വഴിയായി തീരും. ഞാൻ ഒരിക്കലും പൈസയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ദൈവം എല്ലാം നടത്തും. ദൈവം നമ്മളെ വഴി നടത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കൈകൾ കൂട്ടിപ്പിടിക്കട്ടെ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ആകട്ടെ. കാരുണ്യവാനായ യേശുവേ, അങ്ങ് കടന്നു പോകുന്ന വഴിയിൽ ഒരു ഭവനത്തിലേക്ക് ചെന്നല്ലോ. ഈ വചനം കേട്ടുകൊണ്ട് ഭവന നിവാസികൾ ഇരിക്കുന്നുണ്ടല്ലോ, രോഗികളായ മക്കൾ ഇരിക്കുന്നുണ്ടല്ലോ. അവരിലേക്ക് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. മർത്ത, നീ പലതിനെക്കുറിച്ചും ആകുലയും വ്യാകുലയും ആയിരിക്കുകയാണ്. മറിയം വചനത്തിന്റെ അടുക്കലിരുന്നു, യേശുവിന്റെ അരികിലിരുന്നു. ദൈവമേ, വചനം പഠിക്കുവാനും വചനം ഞങ്ങളുടെ ബുക്കുകളിലും ഞങ്ങളുടെ ഭവനങ്ങളിലും പ്രത്യേകമായി പ്രതിഷ്ഠിക്കപ്പെടുവാനും ഇടയാകണമേ. ബൈബിളിനോട് വളരെ ശക്തമായ ബഹുമാനവും മാധ്യസ്ഥവും തേടുവാൻ ഇടയാകണമേ. ബൈബിളിലെ വചനങ്ങള് എൻ്റെ ഹൃദയമാകുന്ന ഈ വയലില് പ്രവേശിച്ച് 100 മേനി 60 മേനി ഫലം തരുന്നതാകട്ടെ. ആകുലത കൊണ്ടും ഉത്കണ്ഠ കൊണ്ടും ഒന്നും നേടുവാനില്ല. വയലിലെ ലില്ലികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നു. അല്പവിശ്വാസികളെ എത്രമാത്രം കർത്താവ് അവയെ പോറ്റുന്നു. കർത്താവ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവേ, വിവാഹ തടസ്സമുള്ള മക്കൾക്ക് വിവാഹ തടസ്സങ്ങൾ മാറുന്നതായിട്ട് എൻ്റെ മനസ്സിൽ വരുന്നല്ലോ. ഈ ദിവസങ്ങളിൽ വിവാഹ തടസ്സങ്ങളുമായിട്ട് കടന്നു വന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ ആശീർവദിക്കണമേ. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, സാധിക്കുന്നവര് ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവമേ നന്ദി, ദൈവമേ ആരാധന.